സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് വളരെ കാര്യമായി തന്നെ പറയുന്നുണ്ട്. തന്റെ ചേച്ചി ഇതിനോടകം നന്ദേടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപാട് അനുഭവിച്ചു, ഇനി അത് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഋഷി വധക്കേസിൽ ചേച്ചിയെ ഒഴിവാക്കണമെന്നും അതിന്റെ പേരിൽ ചേച്ചിയെ ഒരു കാരണവശാലും ദ്രോഹിക്കരുതെന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ശാരികയുടെ വാക്കുകൾക്ക് മുന്നിൽ പകച്ചു പോകുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ദേവിക വരികയും ശാരികയെ വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ ശാരിക പറഞ്ഞതിൽ യാതൊന്നും ഒരു തെറ്റുമില്ല. പിന്നെ ഹരിയേട്ടനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ജഡ്ജാണല്ലോ. അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാം എന്നിങ്ങനെ സിദ്ധാർത്ഥൻ ശാരികയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. MLA ആയിട്ടുള്ള ദേവികയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും അയാൾ വാക്ക് കൊടുക്കുന്നു. പിന്നീട് ദേവിക ആവട്ടെ തന്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത വിവരം അറിയിക്കാനായിട്ട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് സിദ്ധാർത്ഥനെ കാണാനായിട്ട് എത്തുമ്പോൾ അവിടെ ചന്ദ്രമതിയുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയെ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിലുപരി ആശ്വസിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പ്രഭ തന്റെ വിഷമങ്ങളെല്ലാം തന്നെ തുറന്നു പറയുമ്പോൾ എല്ലാ തരത്തിലും ചന്ദ്രമതി താങ്ങും തണലായിട്ട് നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ നന്ദനെ തെറ്റ് ചെയ്തതിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് ഒരിക്കലും കഴിയില്ല എന്നും ചന്ദ്രമതി കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് നന്ദനെ കാണാനായിട്ട് ചന്ദ്രമതിയും ദേവികയും പോകുമ്പോൾ ആദ്യം തന്നെ ആന്റിയോട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ ചന്ദ്രമതിയോട് മാപ്പ് ചോദിക്കുകയാണ്. അതിനുശേഷം ദേവികയോട് തന്നോടൊപ്പം ഇവിടെ വന്ന് താമസിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കുടുംബകാര്യം സംസാരിക്കാനല്ല ഞാനിപ്പോ വന്നത്, ഇനി നമ്മൾ ഒത്തുപോകില്ല എന്നൊക്കെ പറഞ്ഞ ദേവികയാണെങ്കിൽ തീർത്തും നന്ദനെ ഒഴിവാക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. പിന്നീട് നന്ദന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ദേവിക കൂടെ ഇല്ലാത്തതാണെന്നുള്ള കാര്യം ചന്ദ്രമതി മനസ്സിലാക്കുകയും അത് പ്രഭാവതിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഋഷിയോട് അരുന്ധതി പറയുകയാണ്, ഇത് കറങ്ങി തിരിഞ്ഞ് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് വന്നാലും ഇപ്പൊ ദേവികയും നന്ദനും രണ്ട് വഴിക്കല്ലേ, അത് തന്നെ ധാരാളം. പക്ഷെ ഞാൻ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞ് ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയോടും ദേവികയോടും നന്ദനോടും സത്യങ്ങൾ പറയാനായിട്ട് തീരുമാനിക്കുമ്പോൾ അങ്ങനെ അമ്മ സത്യങ്ങൾ പറയുകയാണെങ്കിൽ താൻ സൂസൈഡ് ചെയ്ത് കളയുമെന്നൊക്കെ ഋഷി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഹരിവക്കിലാണെങ്കിൽ കാര്യങ്ങൾ അറിയാനായിട്ട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് വരികയാണ്. പ്രഭാവതിയോടൊക്കെ തന്നെ കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടെന്ന് ആദ്യമേ തന്നെ നന്ദനോട് പ്രഭാവതി പറയുമ്പോൾ ഞാൻ എല്ലാവരോടും എല്ലാം തുറന്നു പറയും, നിയമം അനുവദിക്കുന്ന ശിക്ഷ എനിക്കത് വേണം, എങ്കിൽ മാത്രമേ ഞാൻ ഇതിൽ നിന്നും കുറ്റവിമുക്തരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ഹരിവക്കീലിനോടും കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ഈ സമയം പ്രഭാവതി പറയുന്നുണ്ട് തന്റെ മകനെ രക്ഷിക്കണമെന്ന്, ഒരിക്കലും തെറ്റ് ചെയ്തവനെ രക്ഷിക്കില്ല എന്നുള്ള കാര്യം ഹരിവക്കീലും തെളിയിച്ച് പറയണം. അങ്ങനെ ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും നിയമത്തിന്റെ പാതയിൽ തന്നെ നീങ്ങാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഈ വിവരം അറിയുന്ന അരുന്ധതിക്ക് കൂടുതൽ ടെൻഷൻ ആവുന്നുണ്ട്. ഋഷി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കണം. അങ്ങനെ ഋഷി ആവട്ടെ ഇസബലിയെയും കെവിനെയും ഈ കാര്യം അറിയിക്കുന്നു. ദേവിക ഒരിക്കലും നന്ദന് കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് പുറത്തു വന്നാൽ എല്ലാവരും അകത്തു പോവാനാണ് ചാൻസ് കൂടുതൽ, നിങ്ങൾക്കൊക്കെ കൂട്ടുനിന്നതിൽ ഞാനും പെടുമെന്നൊക്കെ ഐസക്ക് പറയുമ്പോൾ പാപ്പന് പേടിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പിരിഞ്ഞു പോകാം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് അവസാന നിമിഷം ഞാൻ പോവാൻ നീ ആവശ്യപ്പെടുന്നു, അതൊരിക്കലും ശരിയല്ല ഇസബല്ല, പിന്നെ ഈ ഭ്രാന്തൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത്. ദേവിക സത്യത്തിന്റെ പതിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്ന് എനിക്ക് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നു. ഭർത്താവായാലും അവൾ ഒരിക്കലും നന്ദ ചെയ്ത കുറ്റത്തെ ക്ഷമിച്ചു കൊടുക്കില്ല എന്നൊക്കെ ഇസബല്ലയോട് പറയുമ്പോൾ അപ്പൊ പിന്നെ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമല്ലോ എന്നൊക്കെ ഇസബല്ലയും പറയുന്നു. കാരണം എന്തായാലും അന്വേഷണം ഒന്നടക്കം ഉണ്ടാകും, അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഋഷി മരിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞാൽ അത് മറ്റൊരു പ്രശ്നവും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.